എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളൊക്കെ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ആ ഒരു വീഡിയോയുടെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് സ്ഥിരമായി വരുന്ന ചില വാർത്തകളുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ രാവിലേക്ക് ഭീകരർ ട്രക്ക് ഓടിച്ചു കയറ്റി, അല്ലെങ്കിൽ ഭീകരർ ആക്രമണം നടത്തി. കഴിഞ്ഞ ഒരു 24 വർഷമായിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ സംഘടനകളിൽ നിന്ന് ലോകത്താകമാനം ഏൽക്കേണ്ടി വരുന്നത്. ന്യൂ ഓർലിയൻസിൽ നിന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നത്. 15ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. IS ഭീകരൻ അമേരിക്കൻ പൗരനാണ് ആളുകളുടെ ഇടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി. ന്യൂ ഓർലിയൻസിലെ പ്രശസ്തമായ ബർബൻ സ്ട്രീറ്റിൽ പുതുവത്സരത്തിലുണ്ടായ സംഭവം ഒരു തീവ്രവാദി ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ FBI അന്വേഷിക്കുന്നത്. ഏവരെയും ഞെട്ടിച്ച സംഭവം പ്രാദേശിക സമയം 3:15 ബർബൻ സ്ട്രീറ്റിൽ തടിച്ചുകൂടിയ ജനങ്ങളിലേക്ക് ഒരു പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റി ആണ് ഈ സംഭവം ഉണ്ടായത്. 15 പേർ കൊല്ലപ്പെട്ടു. അക്രമി 42-കാരനായ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണെന്നാണ് ഇപ്പോൾ FBI പറയുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഒരു ഐസിസ് പതാക കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ സംഭവത്തിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ അബ്ദുൾ വാടകയ്ക്കെടുത്ത ഒരു Airbnb വീട്ടിൽ നിന്നാണ് നിർമ്മിച്ചതെന്നും FBI പറയുന്നു. FBI ഈ വീട് നേരത്തെ റെയ്ഡ് ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 2 ഇസ്രായേലി പൗരന്മാരുണ്ട് എന്ന പുതിയ വാർത്തയാണ് വരുന്നത്. മറ്റ് പേരുകളിൽ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ജപ്പാനിന് മറ്റ് തീവ്രവാദി ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്ന് പ്രാഥമിക റിപ്പോർട്ടുകളുണ്ട്. ഇത് വിശദമായി FBI അന്വേഷിച്ചു വരികയാണ്. ലോകത്താകമാനം ഭീകര സംഘടനകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ഒരു പ്രേരക ശക്തി കൊണ്ടാണ്. അത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സ്വഭാവം കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ചെറിയ ചെറിയ ഭീകര സംഘടനകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. നമുക്കവരെ അങ്ങനെ ഡയറക്റ്റായിട്ട് ഭീകരന്മാരെന്നൊന്നും വിളിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാലും അവരും എന്തുകൊണ്ടാണ് രൂപപ്പെട്ടു വന്നത്? ചില മതങ്ങളുടെ പക്ഷങ്ങൾക്ക് എന്തുകൊണ്ടാണ് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ടായി വരുന്നത്? അതെല്ലാം ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തെ പേടിച്ചിട്ടാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം വ്യാപകമായിട്ട് ഇരവാദത്തിന് വേണ്ടി യൂസ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായിട്ടുള്ള ഭീതി. അവിടെ ന്യായമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ടുണ്ട്. പേടിപ്പിക്കുന്നതിന് കുഴപ്പമില്ലേ? പേടിക്കുന്നതാണോ കുഴപ്പം? ലോകത്താകമാനം ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ള ഭീകരന്മാർ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനത്തെ പേടിയോടെ നോക്കേണ്ടി വരുന്നത് ആളുകളുടെ ഗതികേടാണ്, അല്ലാതെ അവരുടെ ഒരു വൈകൃത ചിന്താഗതി കൊണ്ടല്ല. ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് ന്യായീകരിക്കും. ചില ആളുകളുടേത് പോരാട്ടമായിട്ട് അവരങ്ങ് വ്യാഖ്യാനിക്കും. പക്ഷെ ആ ഒരു പോരാട്ടങ്ങളിൽ മരിച്ചു വീഴുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഭരണരീതിയുള്ള രാജ്യത്ത് ആളുകൾ മരിക്കുന്നതിനെ വലിയ മനുഷ്യാവകാശങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യത്വമുള്ള ആളുകൾ വ്യസനത്തോടെ നോക്കുമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പേടിക്കുന്നത് സ്വന്തം ജീവനെ ഓർത്തിട്ടാണ്. കാരണം ഏത് കൂട്ടത്തിലേക്കാണ്, ഏതിടങ്ങളിലേക്കാണ് ഇവർ കടന്നു വരിക എന്നുള്ളത് അറിയില്ല. ഇവിടെ മറ്റ് ചില മതങ്ങളുടെ ഭാഗമായിട്ടുള്ള തീവ്രപക്ഷങ്ങൾ, തീവ്ര സംഘടനകൾ രൂപപ്പെടുന്നതിന്റെ ഒരു കാരണമായിട്ട് ഇവരെ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ന്യൂ ഓർലിയൻസിൽ നിന്നുള്ള വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 15 ആളുകൾ കൊല്ലപ്പെട്ടു. ഈ വാർത്ത മറുനാടൻ അല്ലെങ്കിൽ ജനം TV ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ കൂടുതലായി വരാൻ സാധ്യതയുള്ള കമന്റ് എന്താണ്? അതിപ്പോൾ ഏഷ്യാനെറ്റ് കൊടുത്താലും അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. എവിടെയും ഈ കമന്റ് തന്നെ വരത്തുള്ളൂ. ഒരു മതവിഭാഗത്തിലെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളായിരിക്കാം. പക്ഷെ ആ ഒരു കമന്റുകൾ പറയുന്ന ആളുകൾക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് പറയാനായിട്ട്? ഇന്ത്യ മുഴുവൻ വ്യാപകമായിട്ട് ക്രിസ്മസ് ദിനത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരു കൂട്ടം ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കമന്റ്. അവർ ചെയ്യുന്നതും ഭീകര പ്രവർത്തനം തന്നെ, ഇവർ ചെയ്യുന്നതും ഭീകര പ്രവർത്തനം തന്നെ. ആളുകൾക്ക് ഭീകരമായി തോന്നുന്നു, അവർ പേടിച്ച് നാലുപാട് ഓടുന്നു. ജീവൻ പോകുമോ എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്. അത് ഏതെങ്കിലും മത താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ചെയ്യുന്നവൻ ഭീകരവാദി തന്നെയാണ് എന്ന് എനിക്ക് പറയാനായിട്ട് ഒരു മടിയില്ല. പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തെ പേടിയോടെ നോക്കിക്കണ്ട് അത് തകർത്ത് കുട്ടികളെ പേടിപ്പിക്കാനായിട്ടും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടും എത്തിയ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനവും വിഭിന്നമൊന്നുമല്ല. ഇന്ത്യ മുഴുവൻ വ്യാപകമായിട്ട് ക്രിസ്മസ് ദിനത്തിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരു ഭാഗം ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുകളെ ഭയപ്പെടുത്തിയ ആളുകളുണ്ടായിരുന്നു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ആളുകളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറി ഭജന നടത്തിയ അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിച്ച ചെറിയ ടീമുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ സുമാറ്റോ, സ്വിഗ്ഗി റൈഡർമാർ സാന്റക്ലോസിന്റെ വേഷം ധരിച്ചതിനെതിരെ പ്രതികരിച്ച് അവരെ കൊണ്ട് വഴിയിൽ വെച്ച് അത് ഊരിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ടുള്ള മിടുക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും വിഭിന്നമല്ല. ചിന്താഗതിയുടെ കാര്യത്തിൽ, സമീപനത്തിന്റെ കാര്യത്തിലും വിഭിന്നമൊന്നുമല്ല. അതേപോലെ തന്നെ പള്ളിയിലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ട് ജയ് ശ്രീറാം വിളിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ വിളി കേട്ട സമയത്ത് മുന്നേ ഒരിക്കൽ ഇവിടെ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില ഭക്തന്മാർ വിളിച്ച വിളിയാണ് ഓർമ്മയിലേക്ക് വന്നത്. അന്ന് ശരണം വിളിക്കൊപ്പം നല്ല തെറിവിളി ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇവന്മാരുടെ മെയിൻ ഐറ്റമാണ്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, വെസ്റ്റേൺ പോളിസീസ്, അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക മത സംഘടനകൾ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ
ഒരു ചിന്താഗതിയിൽ അവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറയുന്നതോ വ്യക്തി എന്ന് പറയുന്നതോ ഇല്ല. വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ എന്നുള്ള ഒരു സമീപനമാണ്. അതുകൊണ്ട് ആ ഒരു ആഘോഷങ്ങളിൽ ആ ഒരു ഇടങ്ങളിലേക്ക് അവർ ആക്രമണം അഴിച്ചു വിടുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കൊച്ചു ഭീകരന്മാർക്കും അത് തന്നെയാണ് ചിന്ത. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തിൻ്റെതാണ്, അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ആര് നടത്തിയാലും അത് തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇവർ ആക്രമണം അഴിച്ചുവിടുന്നു. ഈ ലോകത്ത് നമ്മൾ മതങ്ങൾ കുറയുകയാണ്, മതത്തിന് ഇൻഫ്ലുവൻസ് കുറയുകയാണ് എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ തമ്മിലുള്ള പക്ഷം രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിന്റെ ബേസിൽ മാത്രമായി മാറിയിട്ടുണ്ട്. അല്ലാത്ത ഒരു പക്ഷം ഇവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാലക്കാട് ആ ഒരു ഇഷ്യൂ വീഡിയോ ആക്കിയ സമയത്ത് അതിൻ്റെ താഴെ ഒരുത്തൻ വന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളെ എനിക്ക് തീരെ ഇഷ്ടമില്ല. അവന് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല, കാരണം ഞാൻ സംഖ്യകളെ അറപ്പോടെയും വെറുപ്പോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അവൻ എന്നോട് ഇഷ്ടമില്ല. പക്ഷേ ക്രിസ്മസിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട ആളുകൾക്കെതിരെ അവന് പ്രതിഷേധമുണ്ട്. ഞാൻ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നു. നിങ്ങളെ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഞാൻ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? അവൻ എൻ്റെ പേര് വായിച്ച സമയത്ത് എന്നെ ഒരു ക്രൈസ്തവനായിട്ടാണ് മൈൻഡിലേക്ക് കണ്ടത്. ഈ മതവർഗീയവാദികൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മതം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, മനുഷ്യനെ കാണാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവം. ഇവിടെയുള്ള ചില മത ഫണ്ടഡ് മാധ്യമങ്ങൾ ഏതൊക്കെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായിട്ട് ഈ ഒരു ഭീതി വ്യാപാരം നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന മറ്റ് പക്ഷങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുണ്ട്. ഇതെല്ലാം ലോകത്താകമാനം പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയുന്നത് മർഡർ കൊണ്ട് ഒരു അവകാശം നേടിയെടുക്കുക എന്ന് പറയുന്നത് ശാശ്വതമല്ല. കാരണം ഒരു ക്രൈം ഒരു അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് റിവെഞ്ച് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കണം. അത് ഒരാൾ സപ്രസ് ചെയ്താലും ഒരു കാലത്തിന് ശേഷം അവരുടെ ഒരു തിരിച്ചാക്രമണം പ്രതീക്ഷിക്കണം. അതിപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ സപ്രസ് ചെയ്താലും അത് ഇറാനിലെ സ്ത്രീകളെ സപ്രസ് ചെയ്താലും ഇതെല്ലാം തിരിച്ചടിക്കും. അപ്പോൾ ഈ അവകാശ പോരാട്ടങ്ങൾ എന്നുള്ള രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. 2000 മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തുണ്ടായ ഭീകര ആക്രമണങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2000 ഇന്തോനേഷ്യ ചർച്ച് ബോംബിങ് നമ്മൾ കേട്ടതാണ്. ഇന്തോനേഷ്യയിലെ പല പള്ളികളിലേക്കാണ് അന്ന് ആക്രമണം അഴിച്ചുവിട്ടത്. 19 ആളുകൾ മരണപ്പെട്ടു, ധാരാളം ആളുകൾക്ക് പരിക്കേറ്റു. ആ ആക്രമണം നടത്തിയതും തീവ്ര ഇസ്ലാമിക സംഘടനകളാണ്. 2009 അറ്റംപ്റ്റഡ് ക്രിസ്മസ് ഡേ ബോംബിംഗ്, അണ്ടർവെയർ ബോംബർ, ലൊക്കേഷൻ നോർത്ത് വെസ്റ്റ് എയർലൈൻസ് ഫ്ലൈറ്റ് 253 ആംസ്റ്റർഡാം ടു ഡെട്രോയിറ്റ്. ഉമർ ഫറൂഖ് എന്ന ആളാണ് ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. അദ്ദേഹം അൽ ഖ്വയ്ദക്കാരനാണ്. 2011 നൈജീരിയ ചർച്ച് ബോംബിങ്, അന്ന് 37 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 2013 ബാഗ്ദാദ് ക്രിസ്മസ് ബോംബിങ്, മൾട്ടിപ്പിൾ ക്രിസ്ത്യൻ റിലീജിയസ് സൈറ്റുകളിലേക്കാണ് അന്ന് ആക്രമണം അഴിച്ചുവിട്ടത്. 38 ആളുകൾ മരിച്ചു. സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു അതിന്റെ പിറകിലുള്ള ആളുകൾ. 2020 നാഷ്വില്ലെ ബോംബിംഗ്, USA ഡൗൺ ടൗണിലായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള കാഷ്വാലിറ്റീസ് ഇല്ല. ഈ ഡിസംബർ 2024 നമുക്കറിയാം മാഗ്ഡബർഗിൽ ഉണ്ടായ ക്രിസ്മസ് മാർക്കറ്റ് അറ്റാക്ക്. ഇത് മുന്നേയും ജർമ്മനിയിൽ നടന്നിട്ടുള്ളതാണ്. 50 വയസ്സുള്ള സൗദി പൗരൻ താലിബ് അൽ അബ്ദുൾ മോസിൻ, അപ്പോൾ അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആണ് എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. നമുക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും? The suspect had a history of troubling social media posts expressing anti-Islamic sentiments and support for far-right ideologies. അതുകൊണ്ടാണ് അയാൾ ഒരു എത്തീസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഇസ്ലാമിന് എതിരാണ് എന്നൊക്കെ ആളുകൾ വ്യാഖ്യാനിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. കാരണം ഇവന്മാരുടെ മിഷൻ സക്സസ് ആവാൻ വേണ്ടി എന്ത് വൃത്തിയോട് വേണമെങ്കിലും കാണിക്കും. കാരണം ഇവന്മാരുടെ ലോകം പരലോകമാണ്. ഇപ്പോൾ പരലോകത്തേക്ക് എത്താൻ വേണ്ടി ആളുകളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവന്മാർ ആ ഒരു കള്ളമൊക്കെ പ്രചരിപ്പിക്കും. ജനുവരി 1, 2025 വാർത്തയാണ് ഞാൻ മുന്നേ കേൾപ്പിച്ചത്. ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? എല്ലാ ഇസ്ലാം മതവിശ്വാസികളും തീവ്ര സ്വഭാവമുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളല്ല. അവരിൽ പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി ഇവരുടെയൊക്കെ തീവ്രവാദ ഭരണമുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി അഭയാർത്ഥി സ്റ്റാറ്റസ് ആവശ്യപ്പെടാറുണ്ട്. ലിബറലായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന രാജ്യങ്ങൾ അവർക്കത് നൽകാറുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പോകുന്ന ഭീകരന്മാർ അവിടെ ഇവരുടെ സമാധാനം വീണ്ടും കെടുത്തും. ഒരിക്കലും ഒരിടത്തും പോയി രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരു അവസ്ഥ ഈ ഇസ്ലാമിക ഭരണമുള്ള തീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യത്തെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്
ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വേറെ ഒരു രാജ്യവും റിസ്ക് എടുക്കില്ല, അവരുടെ പൗരന്മാരെ പണയത്തിന് കൊടുക്കില്ല, അവരുടെ ജീവൻ ആരും പണയം വെച്ചിട്ട് റിസ്ക് എടുക്കില്ല. റെഫ്യൂജി ഇഷ്യൂവിൽ ലിബറൽ ആയിട്ടുള്ള സമീപനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണ്. ശക്തമായിട്ടുള്ള ഡിപ്പോർട്ടേഷനുണ്ട്, ആളുകളെ പിടിക്കുന്നുണ്ട്, തിരിച്ചു കയറ്റി വിടും. തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ആളുകളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള ആളുകളുടെ ജീവിതത്തോടോ സ്വന്തം ജീവനോടോ വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം പരലോകത്തെ സുഖ സൗകര്യങ്ങൾ ലോകത്താകമാനമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അവിടെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാനിപ്പുലേഷനാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ജീവിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് മരിച്ചേക്കാം, അവിടെ പോയി അടിച്ചു പൊളിക്കാം എന്നുള്ള ഒരു മൈൻഡാണ്. ആ രീതിയിലേക്ക് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുവരികയാണ്. എന്തൊക്കെ ന്യായീകരണങ്ങളാണ്, ഒട്ടും നിസ്സാരമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് വരെ ഈ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള വൃത്തികെട്ടവന്മാർ ഓരോ പേരിൻ്റെ അറ്റത്ത് വാലും ഒപ്പിച്ച് കടന്നു വരികയാണ്. വിദ്യാസമ്പന്നർ എന്ന് അവകാശപ്പെടുന്ന ഡിഗ്രി ഹോൾഡേഴ്സിനെയൊക്കെ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചു. പണ്ട് ഇവരുടെ ദൈവം ശിശുവായിരുന്ന സ്ത്രീയാണ് വിവാഹം കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ പാവയും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതാണ്. ആ പെണ്ണ് പാവയും കൊണ്ട് കളിക്കാതിരിക്കുമായിരുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ? അപ്പോൾ ഇവർ മെച്യൂരിറ്റി അളക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മെച്യൂരിറ്റിയാണ് വിവാഹ പ്രായത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെയാണ് ഈ യുഗത്തിലെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരുത്തൻ്റെ ന്യായവാദം. ഇത്തരത്തിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, മണ്ടത്തരങ്ങളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആളുകളെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു ശേഷിയിലേക്ക് വിടാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരിൽ പല ആളുകളും തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ പോയി അത് ഞങ്ങളുടെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ന്യായമുണ്ടോ അതിനകത്ത്? ഇല്ല. കാരണം അവരെ മണ്ടന്മാരായിട്ട് മന്ദബുദ്ധികളായിട്ട് മത പുണ്ണാക്ക് തലയിൽ നിറച്ചിട്ടാണ് വളർത്തുന്നത്. എന്നിട്ട് അതിലേക്ക് റിക്രൂട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുമ്പിൻ്റെ ജെട്ടിയിട്ട് പൊട്ടിച്ചെതറുകയാണ്. ഇരുമ്പിൻ്റെ ജെട്ടിയുടെ പിന്നിലുള്ള കഥ അറിയാമല്ലോ. കാരണം അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്, തലച്ചോറ് വെച്ചിട്ടല്ല, മറ്റേ പ്രധാനപ്പെട്ട ഭാഗം, അവരുടെ പ്രധാനപ്പെട്ട ഭാഗം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പോവരുത്. കാരണം അത് മിച്ചമുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരെണ്ണം കൂടെ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ എന്നുള്ളതൊക്കെ ആയിരിക്കും ചിന്ത. എന്തൊക്കെയാണെങ്കിലും ഇവന്മാരുടെ പരിപാടി കൊള്ളാം. യുവന്മാരെ പേടിച്ചു എന്ന് അവകാശപ്പെട്ട് നമ്മുടെ നാട്ടിലെ ലോലന്മാർ തീവ്ര സ്വഭാവമുള്ള മറ്റ് ചില സംഘടനകൾ ഉണ്ടാക്കുന്നു. അവന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മതം തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടാണ് അതിനെ ഒരു മതമാക്കി. അവിടെ ഇപ്പോൾ ഏത് ദൈവത്തെ എടുക്കാനും ഓപ്ഷനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, 10,000 എണ്ണം ഉണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിലേക്ക് ഇന്നലെ പ്രതിഭ MLA ഒക്കെ ക്ഷണിക്കുന്നത് കണ്ടു. മകൻ കഞ്ചാവ് കേസിൽ പെട്ടു. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വന്ന അമ്മയെ ഒറ്റപ്പെടുത്തി, അതുകൊണ്ട് അമ്മ വികാരത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ആ സംഘടനയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളുടെ വാദം. ഞാൻ കൂടുതൽ പറയുന്നില്ല. നന്ദി.